ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 71-ാം എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ ആരംഭം ഒന്നാം ഞായറാഴ്ച കൊത്തീനെ ഞായർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ നോമ്പുകാലത്ത് വ്യത്യസ്ത ഞായറാഴ്ചകളിലായി യേശു തമ്പുരാൻ പ്രവർത്തിച്ച ഓരോ അത്ഭുതം അല്ലെങ്കിൽ അടയാളം സഭ പരിചിന്തനത്തിനായി എടുക്കുമ്പോൾ വിശ്വാസം എന്നുള്ള പ്രത്യേകമായ വിഷയം കൈകാര്യം ചെയ്യുകയാണ്. വിശ്വാസം ഉള്ളിടത്താണ് യേശു അത്ഭുതം പ്രവർത്തിക്കുക അല്ലെങ്കിൽ അടയാളങ്ങൾ ചെയ്യുക. ആ പ്രകാരമുള്ള അടയാളങ്ങൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് പരിണമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് നോമ്പിൻ്റെ ഒന്നാം ഞായറാഴ്ചയായ ഈ കൊത്തീന ഞായർ സഭ നമുക്ക് പരിചിന്തനത്തിനായി തരുന്ന വേദഭാഗം കർത്താവായ യേശു കാനായിൽ കല്യാണ വിരുന്നിൽ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കിയ സംഭവമാണ് വിഷയം. നമുക്ക് ആ വേദഭാഗം ശ്രവിക്കാം. അതേ തുടർന്ന് അതിൻ്റെ വിശകലനങ്ങളിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവീൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് ചെയ്ത ആദ്യത്തെ അത്ഭുതം അല്ലെങ്കിൽ അടയാളം എന്ന രീതിയിലാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ കാനായിൽ കല്യാണ വിരുന്നിന് യേശു വെള്ളം വീഞ്ഞാക്കി പകർത്തുന്ന സംഭവം അവതരിപ്പിക്കുന്നത്. ഇവിടെ വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് ഈ വചനഭാഗത്ത് ഉള്ളത്. കാന എന്ന് പറയുന്ന ഈ സുവിശേഷത്തിലെ പശ്ചാത്തലം വിവാഹ ആഘോഷത്തിൻ്റെ ഒരു പശ്ചാത്തലമായ കുടുംബമാണ്. അതിന് പാരലായിട്ട്, അതിന് സമാന്തരമായിട്ട് സുവിശേഷകൻ കാൽവരി അവതരിപ്പിക്കുന്നുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒരാരംഭം ഇവിടെ കാനായിൽ ആരംഭിക്കുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ പര്യവസാനം ഏറ്റവും വലിയ അടയാളമായ യേശുവിൻ്റെ കുരിശിലെ യാഗം അത് കാൽവരിയിൽ കാണുന്നു. കാന കാൽവരി സംഭവങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് അത് വിശകലനത്തിൽ നമുക്ക് മനസ്സിലാകും. ഈ 2 വേദഭാഗങ്ങളിലും ഉപയോഗിക്കുന്ന പദങ്ങളും അവിടെ ആയിരിക്കുന്ന വ്യക്തികളും സംഭാഷണ രീതിയും തമ്മിൽ വളരെ അടുപ്പമുണ്ട്. രണ്ടും വെളിപാടിൻ്റെ പ്രത്യേകമായ ശൈലിയിലാണ് അവതരിപ്പിക്കുക.
മൂന്നാം ദിവസം എന്നുള്ള ഒരു പ്രയോഗം ആണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സമാരംഭമായ വചനം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. സത്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഏതാനും ദിവസങ്ങൾ യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ദിവസങ്ങളായി കടന്നുപോകുന്നു. എന്നാൽ കാനായിലെ ഈ സംഭവം അവതരിപ്പിക്കുമ്പോൾ അത് 5-ാം ദിവസമാണ് നാം എണ്ണുകയാണ് എങ്കിൽ. 3-ാം ദിവസം എന്നുള്ള പരാമർശം ദൈവശാസ്ത്രജ്ഞനായ 4-ാം സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ പ്രത്യേകമായ അർത്ഥവ്യാപ്തിയോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യേശുവിൻ്റെ മരണത്തിന് ശേഷമുള്ള ഉത്ഥാനത്തിന് 3-ാം ദിവസം എന്ന പരിവേഷം അതിന് നൽകുന്നു. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. അപ്പോൾ അവിടെയുള്ള വ്യക്തികളെ യേശു ക്ഷണിക്കപ്പെട്ടിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാർ ക്ഷണിക്കപ്പെട്ടിരുന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. യേശുവിൻ്റെ ചാർച്ചക്കാരുടെ ഒരു കുടുംബം ആണ് അത് എന്നാണ് നമ്മൾ അനുമാനിക്കാൻ സാധിക്കുക. യേശുവിൻ്റെ അമ്മ ആ വിവാഹ വിരുന്നിന് സജീവ സാന്നിധ്യമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള പരാമർശം ഇപ്രകാരം അത് ആ യേശുവുമായുള്ള ഒരു കുടുംബ ബന്ധത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ആ ഭവനത്തിൽ വിരുന്ന് നടക്കുന്ന സാഹചര്യം, അവിടെ വീഞ്ഞ് എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ജീവിക്കുന്നവർ വിവാഹത്തിന് വളരെ ആവശ്യമായി കരുതിയിരുന്ന ഒരു പാനീയമാണ്. അത് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വേദനയും അപമാനവുമാണ്. ഇങ്ങനെ അവരുടെ ഒരു കുറവായി മനുഷ്യർ ചിത്രീകരിക്കാൻ സാധ്യതയുള്ള ആ സാഹചര്യത്തെ അമ്മ നോക്കിക്കാണുന്നു. അമ്മ മകന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല. അവരുടെ ഇല്ലായ്മയിലേക്ക് യേശു തമ്പുരാന്റെ തന്റെ ദൈവപുത്രനായ മിശിഹായുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന അമ്മയെ നമ്മുടെ കാണും. യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, എനിക്ക് എന്ത്, നിനക്കെന്ത്. ഗ്രീക്ക് ഭാഷയിൽ ഇവിടെ നാം കാണുന്നത് ഗുണേ, സ്ത്രീയെ, ഓ ഉമൺ, തീ എമോയ്, ഖായ്, സോയ്, 4 വാക്കുകളാണ് അവിടെ. തീ എന്ന് പറഞ്ഞാൽ വൈ, എന്ത്, വാട്ട്, എന്ത് എന്നുള്ളതാണ്. എമോയ്, ടു മീ, എനിക്ക്. ഖായ്, ആൻഡ്. സോയ്, ടു യു. വാട്ട്, ടു മീ, ആൻഡ് വാട്ട്, ടു യു. ഈ സംഭവത്തിൽ, ഈ ഒരു പ്രശ്നത്തില് നിന്റെ റോളും എന്താണ്, എൻ്റെ റോൾ എന്താണ്? ഇതാണ് ഈ സാഹചര്യത്തിൽ നിന്നുമുള്ള ഒരു പ്രത്യേകമായ അതിൻ്റെ വിശകലനം. പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ സഭയിലെ സാന്നിധ്യത്തെ തരം താഴ്ത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവര് ഈ വചനഭാഗം എപ്പോഴും കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വേദഭാഗമായി എടുത്തു പറയാറുണ്ട്. സ്ത്രീയെ, ഞാനും നീയും തമ്മിൽ എന്ത്? വ്യത്യസ്തമായ തർജ്ജമകള്, വിവർത്തനങ്ങള് വിവിധ ബൈബിളുകളിൽ നാം കാണുന്നു. ഗ്രീക്ക് മൂലത്തിലുള്ളത് 4 വാക്കുകൾ മാത്രം. തീ എമോയ് ഖായ് സോയ്, എനിക്കെന്ത്, നിനക്കെന്ത്. അതിനെ ഞാനും നീയും തമ്മിലെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധത്തെ പരാമർശിക്കുന്ന ഒരു വേദഭാഗമായി ഇതിനെ അവതരിപ്പിച്ച് വിവർത്തനം ചെയ്ത് അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മയെ യേശു എന്ന വ്യക്തിയുടെ അമ്മ മാത്രം ദൈവപുത്രനായ യേശുവിന്റെ അമ്മയല്ല എന്ന് സ്ഥാപിക്കുവാനായിട്ട് എടുക്കുന്ന ഒരു വേദഭാഗം. മാത്രമല്ല, അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചിരിക്കുന്നു. അതും അടുത്ത വിഷയം. കാനായിലും കാൽവരിയിലും യേശു തമ്പുരാൻ തന്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന സംബോധന സ്ത്രീ എന്നുള്ളതാണ്. ശാസ്ത്രപരമായി സ്ത്രീ എന്നുള്ളത് തരംതാണ ഒരു വാക്കല്ല. ഒരു അമ്മയെ മകൻ സ്ത്രീ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നു, ഒരു സ്ത്രീ വഴിയായി
പാപമുണ്ടായി എങ്കിൽ മറ്റൊരു സ്ത്രീ വഴിയായി രക്ഷയുണ്ടായി എന്ന് പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തെ ഉയർത്തി കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ്. ഒരു സ്ത്രീ വഴി രക്ഷയുണ്ടായി. പഴയ ഉടമ്പടിയില് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹൗവ സ്ത്രീയാണ്. ആ ഹൗവ സ്ത്രീ ആയതുകൊണ്ട് അവൾ ആദത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പാപം ചെയ്തു എന്നുള്ളത് പറയുമ്പോൾ സ്ത്രീ തന്നെയായ പരിശുദ്ധ അമ്മ യേശുവിന്റെ രക്ഷാകര സംഭവത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് രക്ഷ സാധിച്ചു എന്നുള്ള ഒരു ദൈവശാസ്ത്ര ചിന്ത കൂടി ഇവിടെ അന്വർത്ഥമാണ്. ഇവിടെ അതിൻ്റെ അർത്ഥത്തിലുണ്ട്. രണ്ടാം ഹൗവ എന്നാണ് സഭാപിതാക്കന്മാരെ പരിശുദ്ധ അമ്മയെ വിളിക്കുക. ദി സെക്കൻഡ് ഈവ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഹൗവായ്ക്ക് സ്ത്രീ എന്ന രീതിയിൽ കൊടുത്തിരുന്ന സ്ഥാനം. ഹൗവ ജീവൻ ഉള്ളവരുടെ അമ്മ എന്നാണ് ഹൗവ എന്ന വാക്കിന്റെ പശ്ചാത്തലം. ജീവനുള്ളവരുടെ അമ്മ. അത് സ്ത്രീ എന്ന രീതിയിലേക്ക് ഒരു സ്ത്രീ കർത്താവിന്റെ സൃഷ്ടികർമ്മത്തിൽ, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഹൗവ ആദത്തോട് ചേർന്നുള്ള സൃഷ്ടിയായി മാറിയപ്പോൾ ജീവനുള്ളവരുടെ അമ്മ എന്നുള്ള ആ നാമം എടുത്തു. അതുകൊണ്ട് സ്ത്രീ എന്നുള്ളൊരു പരാമർശം കേവലം തരംതാണ അർത്ഥ വൈകൃതമുള്ള ഒരു വാക്കല്ല, മറിച്ച് ഹൗവയ്ക്ക് കൊടുത്തിരുന്ന ഒരു പരാമർശം ദൈവശാസ്ത്രപരമായിട്ട് ഈ 4-ാം സുവിശേഷത്തിന് ഉപയോഗിക്കുന്നു. സ്ത്രീയെ എനിക്കെന്ത് നിനക്കെന്ത്, നമ്മുടെ റോൾ എന്താണ്, അത് വ്യക്തമായി മനസ്സിലാക്കുന്ന അമ്മ തൻ്റെ അവിടെ നിന്ന പരിചാരകരോട് പറയുകയാണ്, യേശു പറയുന്നത്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. അതാണ് പരിശുദ്ധ അമ്മയുടെ റോള്. പരിശുദ്ധ അമ്മ സഭയിൽ മധ്യസ്ഥയാണ്. പലപ്പോഴും നാം കേട്ടിട്ടുണ്ട് യേശു ഏക മധ്യസ്ഥൻ. വേദഭാഗത്ത് ഒരിടത്തത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധ അമ്മ യേശുവിന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു വ്യക്തിയായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു വേദഭാഗമാണിത്, ഈ ഖാനായിലെ കല്യാണ വിരുന്ന്. അതുകൊണ്ട് തന്നെ അമ്മ പറയുകയാണ്, അവൻ പറയുന്നത് ചെയ്യുക. മധ്യസ്ഥരുടെ ശുശ്രൂഷ അതാണ്, യേശുവിലേക്ക് മറ്റുള്ളവരെ തിരിക്കുക. പരിശുദ്ധ അമ്മ യേശുവിന്റെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായ സ്ഥാനം കൊടുത്തുകൊണ്ട് പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അവൻ പറഞ്ഞു. ആ അമ്മയുടെ വാക്കനുസരിച്ച് അവൻ അവരോട് കൽപ്പിക്കുന്നു. അവിടെ ഇരുന്ന 6 കൽഭരണികളിൽ, യഹൂദരുടെ ശുദ്ധീകരണത്തിന് വെച്ചിരുന്ന 6 കൽഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുവാൻ. പരിശുദ്ധ അമ്മയോട് മറുതലിച്ചിരുന്നുവെങ്കിൽ, എതിർത്തിരുന്നുവെങ്കിൽ, അമ്മയുടെ വാക്കിന് വില കൽപ്പിച്ചിരുന്നില്ല എങ്കിൽ ഒരിക്കലും യേശു പരിചാരകരോട് അപ്രകാരം ചെയ്യാൻ പറയുമായിരുന്നില്ല. 6 കൽഭരണികളിൽ പരിചാരകര് പക്കോളം വെള്ളം കോരി നിറച്ചു. ആ വെള്ളം യേശു തമ്പുരാൻ കലവറക്കാരെ എടുത്തു കൊണ്ടു ചെല്ലുവാൻ പറയുകയാണ്. അവൻ രുചിച്ചു നോക്കി, ആ വെള്ളം മേൽത്തരം വീഞ്ഞായി അനുഭവപ്പെട്ടു. അവൻ ചോദിക്കുകയാണ്, മണവാളനെ വിളിച്ചു, ഈ വീഞ്ഞ് ഇതെവിടെ നിന്ന്? നല്ല വീഞ്ഞ് നീ ഒളിച്ചു വെച്ചു എന്ന് യേശു എന്ന് ആ മണവാളനോട് പറയുകയാണ്. ആരാണ് ഇവിടെ മണവാളൻ? യേശുവാണ് സഭയുടെ മണവാളൻ. യേശുവാണ് ഇവിടെ മണവാളന്റെ റോൾ എടുക്കുക. അതുകൊണ്ട് യേശുവിനോട് ചോദിക്കുകയാണ്, നീ ആ നല്ല വീഞ്ഞ് ഒളിച്ചു വെച്ചുവല്ലോ. മിശിഹായുടെ യുഗം എന്ന് പറയുന്നത് ഇപ്രകാരം സമൃദ്ധിയുടെ യുഗമാണ്. പഴയ ഉടമ്പടിയിൽ നാം വായിക്കുന്നുണ്ട്, ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 13-14 വചനഭാഗത്ത്, ജോയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനത്തില് പർവ്വതങ്ങൾ വീഞ്ഞ് നൽകുമെന്ന്, പർവ്വതങ്ങളിൽ നിന്നും വീഞ്ഞ് സമൃദ്ധമായി നൽകുമെന്ന്. ഇപ്രകാരം യുഗാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ, മിശിഹാ യുഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വിരുന്നിന്റെ ഒരു സാഹചര്യം, സമൃദ്ധിയുടെ സാഹചര്യം എല്ലാം പരാമർശ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇത് മിശിഹാ യുഗത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് തന്നെ മിശിഹായെ വിളിച്ച്, അതുപോലെ വരനെ വിളിച്ച് ചോദിക്കുകയാണ്, മണവാളനെ വിളിച്ച് ചോദിക്കുകയാണ് കലവറക്കാരൻ, ഈ വീഞ്ഞ് നീ ഒളിച്ചു വെച്ചതെന്ത്? യേശുവിനോടൊപ്പം അന്ന് വരെ ഒളിച്ചു വയ്ക്കപ്പെട്ടിരുന്ന ആ മിശിഹാ യുഗം ഓപ്പൺ ചെയ്യപ്പെടുകയാണ്, അത് തുറക്കപ്പെടുകയാണ്.
അതാണ് ദൈവശാസ്ത്രപരമായ അർത്ഥം. ഇവിടെ നാം 2-3 ചിന്തകൾ കാണുന്നു. കാൽവരിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ യേശു പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ സുവിശേഷകൻ രേഖപ്പെടുന്ന 3-ാം ദിവസം എന്നുള്ള പരാമർശം, അതുപോലെ കാൽവരിയില് കുരിശിന് ചുവട്ടിൽ യേശു സന്നിഹിതനാണ്, പരിശുദ്ധ അമ്മ സന്നിഹിതയാണ്. അതോടൊപ്പം തന്നെ ശിഷ്യന്മാരെ പ്രതിനിധിയായി സ്നേഹിച്ചിരുന്ന ശിഷ്യൻ സന്നിഹിതനാണ്. അവനെ കണ്ടപ്പോഴാണ്, അമ്മയെ കണ്ടപ്പോഴാണ്, കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേരെ കാണുമ്പോഴാണ് യേശു പറയുന്നത്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അവനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ആ ശിഷ്യനോട് പറഞ്ഞു. ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അമ്മയെ സ്വന്തത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് തന്റെ ഭവനത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു എന്ന് പലപ്പോഴും വ്യാഖ്യാനിക്കുന്നുണ്ട്. ലംബാനയിൻ എന്ന ഗ്രീക്ക് വാക്കാണ് കാൽവരിയിൽ ഈ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് അവൻ സ്വന്തത്തിൽ സ്വീകരിച്ചു, ഹി റിസീവ്ഡ് എന്നുള്ള സ്ഥലത്ത് പറയുക. അവന്റെ സ്വന്തത്തിൽ സ്വീകരിക്കുക, ഒരു വിശ്വാസത്തിൽ സ്വീകരിക്കുന്ന. സഭയില് പരിശുദ്ധ അമ്മയുടെ സ്ഥാനമാണ് അതിന്റെ വ്യാഖ്യാനമായി കൊടുക്കുക. ബൈബിൾ പണ്ഡിതര്, സഭാപിതാക്കന്മാര് കാൽവരിയിലെ ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മ സഭയുടെ അമ്മയായി മാറി, സാർവത്രിക സഭയുടെ അമ്മയായി മാറി എന്നുള്ളതാണ്. അവിടെ ശിഷ്യൻ സഭയുടെ പ്രതീകമാണ്. പേര് പറയപ്പെടാത്ത യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാൻ എന്ന പാരമ്പര്യത്തിൽ നാം വിളിക്കുമ്പോഴും ആ ശിഷ്യൻ എല്ലാ ക്രിസ്തു ശിഷ്യരുടെയും പ്രതിനിധിയായിരുന്നുകൊണ്ട് അമ്മയെ സ്വീകരിക്കുന്നു. സഭയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള റോള്, സ്ഥാനം, അതാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുക. ആ ഒരു കാൽവരിയുടെ പശ്ചാത്തലത്തിൽ ഈ കാനാ സംഭവത്തെ നാം നോക്കിക്കാണുമ്പോൾ 3-ാം ദിവസം എന്നുള്ള പരാമർശം യേശുവും മാതാവും ശിഷ്യന്മാരും സന്നിഹിതരായിരിക്കുന്ന ഒരു പശ്ചാത്തലം, അതുപോലെ തന്നെ സ്ത്രീയെ എന്നുള്ള സംബോധന ഒക്കെ ഇത് തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. ഇവിടെ നാം കാണുന്ന മറ്റൊരു കാര്യം, ഞാനും നീയും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളത് പരാമർശിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് റോള് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ദൗത്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. യേശുവിന്റെ ദൗത്യം അല്ല പരിശുദ്ധ അമ്മയുടെ ദൗത്യം. യേശു രക്ഷകനാണ്, അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവപുത്രനാണ്. ആ യേശുവിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക, ചൂണ്ടിക്കാണിക്കുക, അതാണ് അമ്മയുടെ ദൗത്യം. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. സ്നേഹമുള്ളവരെ, ഇവിടെ യോഹന്നാന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് ഒരു പകരം വയ്ക്കൽ ദൈവശാസ്ത്രം, ഒരു റീപ്ലേസ്മെന്റ് തിയോളജി ഉണ്ട്. പഴയ ഉടമ്പടിയെ മാറ്റി ആ സ്ഥാനത്ത് പുതിയ ഉടമ്പടിയെ സ്ഥാപിക്കുക. പഴയ ഉടമ്പടിയിലെ വ്യക്തികളെ മാറ്റി പുതിയ ഉടമ്പടിയിലെ വ്യക്തികളെ, സംഭവങ്ങളെ സമർപ്പിക്കുക. അത് യോഹന്നാൻ സുവിശേഷകന്റെ റീപ്ലേസ്മെന്റ് തിയോളജി, അല്ലെങ്കിൽ അത് ഒന്നിന് പകരം വയ്ക്കുന്ന തിയോളജി, ദൈവശാസ്ത്രം എന്നാണ് അതിനെ പറയുക. ഇവിടെ യഹൂദരുടെ ശുദ്ധീകരണത്തിൽ വെച്ചിരുന്ന 6 കൽഭരണികളുടെ പരാമർശം വളരെ സുവിദിതമാണ്. ആ കൽഭരണികളിൽ ആണ് വെള്ളം നിറയ്ക്കുക. പഴയ ഉടമ്പടിയെ മാറ്റി അതിനെ പൂർത്തിയാക്കുവാൻ യേശു വന്നിരിക്കുന്നു. യേശു ആ 6 കൽഭരണികളിൽ നിറച്ച വെള്ളം പുതിയ ഉടമ്പടിയുടെ മിശിഹ യുഗത്തിന്റെ പ്രതീകമാണ്. അതാണ് ഇവിടെ പരാമർശിക്കപ്പെടുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ എന്നുള്ള ആ റോള്, അതുപോലെ തന്നെ യേശു സമൃദ്ധിയുടെ, രക്ഷയുടെ വലിയ അനുഭവമാണ് എന്നുള്ള ആ ചിന്ത, ഇതെല്ലാമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വലിയ ചിന്തകൾ. ഇവിടെ നാം ഈ സുവിശേഷം അവസാനിക്കുന്നിടത്ത് കാണുകയാണ്, അവിടെ പറയുന്നു, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് സുവിശേഷൻ പറയുന്നുണ്ട്. യേശുവിന്റെ സമയം, അവർ ഓഫ് ജീസസ്, കാനായിലും കാൽവരിയിലും ഇത് പരാമർശിക്കപ്പെടുന്ന ഒരു വചനമാണ്. യേശുവിന്റെ സമയം രക്ഷയുടെ സമയമാണ്, മഹത്വീകരണത്തിന്റെ സമയമാണ്. അതുകൊണ്ടാണ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നിടത്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും തനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും പഠിപ്പിക്കുവാനും പറയുവാനും ഉണ്ട് എന്ന് യേശു പരാമർശിക്കുന്ന രീതിയിൽ സമയത്തെ ഇവിടെ പരാമർശിക്കുക. യേശുവിന്റെ സമയത്തിന്റെ പൂർത്തീകരണമാണ്, എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന കുരിശിലെ യാഗം. അതുകൊണ്ട് ഈ സമയ പരാമർശം ഈ ദൈവശാസ്ത്രവുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നാണ്. അവസാനമായി നാം കാണുന്നത്, അവർ കോരി നിറച്ച വെള്ളമാണ്
യേശു വീഞ്ഞാക്കി പകർത്തിയത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മനുഷ്യന്റെ സഹകരണത്തോടെയാണ് യേശു പ്രവർത്തിക്കുക. മനുഷ്യന്റെ സഹകരണത്തോടെ പ്രവർത്തിച്ച 3-4 സംഭവങ്ങൾ നമുക്കറിയാം. 6-ാം അധ്യായത്തിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ ആ ബാലന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മത്സ്യവുമാണ് യേശു ശിഷ്യന്മാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അതിനെയാണ് അത്ഭുതകരമായി വർദ്ധിപ്പിച്ച് 5000 പേരെ തീറ്റി തൃപ്തിയാക്കിയത്. മനുഷ്യൻ സഹകരിക്കുമ്പോൾ അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു. വീണ്ടും 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നിടത്ത് ഒരൊറ്റ വാക്കുകൊണ്ട് ലാസറിനോട് കബറിടത്തിൽ നിന്നും കല്ലറയിൽ നിന്നും പുറത്തു വരുവാൻ പറഞ്ഞ് അത് സാധ്യതമാക്കുവാൻ കഴിവുള്ള യേശു അവരോട് പറയുകയാണ് ആ കല്ല് ഉരുട്ടി മാറ്റുക. ആ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയപ്പോൾ യേശു കെട്ടപ്പെട്ടിരുന്ന ലാസറിനോട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. മനുഷ്യരുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന യേശുവിന്റെ അത്ഭുതം. വീണ്ടും നമുക്കറിയാം 20-ാം അധ്യായത്തില് അത്ഭുതകരമായ മത്സ്യബന്ധനത്തെ കുറിച്ച് നാം കാണുന്നുണ്ട്. 21-ാം അധ്യായത്തില് അത്ഭുതകരമായ മത്സ്യബന്ധനം. ഈ മത്സ്യബന്ധനത്തിന്റെ സമയത്ത് യേശു അവർക്ക് വേണ്ടി പ്രാതലൊരുക്കുകയാണ്. അവർ പിടിച്ചുകൊണ്ടുവന്ന ആ മത്സ്യം ചേർത്ത് വെച്ചിട്ട് യേശു അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, യേശു മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത് അവർ കൊണ്ടുവരുന്ന മക്കളെ നിങ്ങൾ പിടിച്ച മത്സ്യത്തിൽ കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിടിച്ച മത്സ്യം കൂടി ചേർത്ത് വെച്ച് അവർക്ക് പ്രാതലൊരുക്കുന്ന യേശു. മനുഷ്യരുടെ സഹകരണത്തിലാണ് ദൈവം പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ചിന്ത കൂടി ഇന്നത്തെ വേദഭാഗം നമുക്ക് തരുന്നു. ഇന്നത്തെ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ വിശ്വാസം എന്നുള്ള ആ ചിന്ത അതിന്റെ പൂർണ്ണതയിൽ നാം കാണുന്നത് അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഓരോ അത്ഭുതവും അല്ലെങ്കിൽ അടയാളവും യേശു പ്രവർത്തിക്കുമ്പോൾ അനേകർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തെയാണ് സുവിശേഷം അവതരിപ്പിച്ചു കൊണ്ടുവരിക. ഈ 1-ാമത്തെ അടയാളത്തിൽ ഗലീലയിലെ കാനായിൽ ചെയ്ത യേശുവിന്റെ പരസ്യ ജീവിതകാലത്തെ ആദ്യ അടയാളമായി ഈ അടയാളം എന്ന രീതിയിൽ സുവിശേഷനെ അവതരിപ്പിക്കുമ്പോൾ അവിടെ തന്റെ ശിഷ്യന്മാർ അവൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം അവസാനിക്കുക. അടയാളം എന്നുള്ളത് യോഹന്നാൻ പറയുന്ന വാക്കാണ്. അടയാളം അതിൽ തന്നെ പ്രത്യേകമായ അർത്ഥവ്യാപ്തിയില്ല. ഏതൊരടയാളവും അതിന് പിന്നിലുള്ള ദൈവികമായ കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് വില വരിക. അപ്പോൾ ഇവിടെ വെള്ളം വീഞ്ഞാക്കിയ ഈ അടയാളം കർത്താവിന്റെ രക്ഷാകരമായ മരണവും ഉത്ഥാനവും അവതരിപ്പിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് അതിനെയാണ് അടയാളം എന്ന രീതിയിൽ അവതരിപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഈ വേദഭാഗത്തിന്റെ പൊരുള് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിന്റെ ഒരു റോൾ അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗം, മിശിഹായുഗത്തിന്റെ ആരംഭം അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗം, അതുപോലെ യേശുവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലേക്ക് ചൂണ്ടുവിരലായി നിൽക്കുന്ന വേദഭാഗം. ഈ രീതിയിലേക്ക് നോക്കുമ്പോൾ ഈ വേദഭാഗത്തിന് പ്രത്യേകമായ അർത്ഥവ്യാപ്തിയുണ്ട്. ഈ നോമ്പുകാലത്ത് ഈ സംഭവം നാം ധ്യാനിക്കുമ്പോൾ യേശു രക്ഷകനാണ്, മിശിഹായാണെന്നുള്ള ആ വിശ്വാസത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന്, യേശുവിൻ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളിൽ വിശ്വാസികളുടെ ഗണത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് യേശുവിന്റെ ഈ രക്ഷാകര സംഭവത്തെ എതിരേൽക്കുന്നതിന് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരവസരം ഈ ഞായറാഴ്ചകളിലൂടെ നമുക്ക് ലഭ്യമാകട്ടെ. ഇന്ന് ഈ കൊത്തിന ഞായറാഴ്ച വെള്ളം വീഞ്ഞാകുന്ന ഈ സംഭവത്തിലൂടെ ഈ ഒരു വലിയ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നല്ലവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.